ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കുമെന്ന പരോക്ഷ പ്രഖ്യാപനവുമായി ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ. കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്ററാണ് ബി.ജെ.പി അനുഭവം തുറന്നു പറഞ്ഞത്. തൃശൂരിൽ ബി.ജെ.പി ഇന്റലക്ച്വൽ സെൽ സംഘടിപ്പിച്ച കക്കുകളി നാടക വിവാദവുമായി ബന്ധപ്പെട്ട സെമിനാറിലായിരുന്നു കെവിൻ പീറ്ററിന്റെ പ്രസംഗം. കാലങ്ങളായി തങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്നവർ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കക്കുകളി വിഷയത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ സഭയുമായി സംസാരിക്കാനും ഒപ്പം നിൽക്കാനും തയ്യാറായത് ബി.ജെ.പി മാത്രമാണ്. വോട്ടിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല ക്രിസ്ത്യാനികൾ മറ്റിടങ്ങളിൽ വേട്ടയാടുന്നുവെന്നാണ് പ്രചരണം. എന്നാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളുടെ തല പോകുന്നില്ല, ഇവിടെയും തല പോകില്ല. ഞങ്ങളോട് സഹകരിക്കുന്നവരോട് ഞങ്ങളും സഹകരിക്കുമെന്ന് ബി.ജെ.പി അടുപ്പത്തെ പരോക്ഷമായി സൂചിപ്പിച്ച് കെവിൻ പീറ്റർ തുറന്നു പറഞ്ഞു. ഇവിടെ നിന്ന് അഭയാർത്ഥികളായി ഓടേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അഭയാർത്ഥികളായി കഴിയുവാൻ മാത്രമേ കഴിയൂ. അല്ലാതെ ഈ മണ്ണിൽ ഞങ്ങളുടെ പൂർവികർ സമ്പാദിച്ച സ്വത്തുക്കളും ഇതുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത്. ഉടലിന് മേലെ തലയില്ലാത്തത് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ മിസോറാമിലും നാഗാലാൻഡിലും മണിപ്പൂരിലും ഒക്കെ ക്രിസ്ത്യാനിക്ക് തലയുണ്ടല്ലോ. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഉടലിന്റെ മുകളിലുള്ള തല തൽസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. കക്കുകളി നാടകത്തിന് പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സർക്കാരിനും ഇടതുപക്ഷത്തിനും സെമിനാറിൽ പങ്കെടുത്തവർ കടുത്ത വിമർശനമുയർത്തി. കന്യാസ്ത്രീ സമൂഹത്തോട് കേരളം നന്ദികേട് കാണിക്കരുതെന്ന് സെമിനാറിൽ സംസാരിച്ച ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു. സീറോ മലബാർ സഭ മുൻ PROയും പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറിയുമായ P.I. ലാസർ, ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K.K. അനീഷ് കുമാർ, ഇന്റലക്ച്വൽ സെൽ കൺവീനർ T.S. നീലാംബരൻ, രതീഷ് കുമാർ എന്നിവരും സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.